Hello guys, I am Rahul Raj. Welcome back to my channel Unboxing Joe. ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മളെല്ലാവരും വീഡിയോ എഡിറ്റ് ചെയ്യാൻ നോക്കുന്ന നല്ല ആപ്ലിക്കേഷൻസ് ആണ്. ഏതാണ് നല്ല ആപ്ലിക്കേഷൻ, ഏതാണ് ബെറ്ററായിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ, നമുക്ക് ആവശ്യമുള്ളതെല്ലാം ഉള്ള ഏതാണ് ആപ്ലിക്കേഷനാണ് നമ്മൾ തിരയുന്നത്, ഏറ്റവും കൂടുതൽ പ്ലേ സ്റ്റോറിൽ തിരയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളതിൽ 4 നല്ലൊരു ആപ്ലിക്കേഷനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. 4 നല്ലൊരു ആപ്ലിക്കേഷനാണ് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനലായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുവാണെങ്കിൽ ഞാൻ ഈ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, മാക്സിമം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തിരിക്കണം. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് ഞാൻ മൊബൈൽ എടുത്താലേ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ മൊബൈലിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിപ്പുണ്ട്. മൊബൈൽ നമുക്ക് എടുക്കാം. മൊബൈൽ ഇപ്പോൾ ഫസ്റ്റിലത്തെ ആപ്ലിക്കേഷൻ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നതെന്ന് വെച്ചാൽ എവിടെയെന്ന് വെച്ചാൽ അഡോബിൻ്റെ പ്രൈമറി റഷ് എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. ഇത് നല്ലൊരു വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. പ്രൈമറി റഷ് എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഏകദേശം നമുക്ക് ഡൗൺലോഡ്സ് ഒക്കെ വന്നേക്കുന്നത് 1 മില്യൺ ഡൗൺലോഡ്സ് ഉണ്ട് ഈ ആപ്ലിക്കേഷന്. റേറ്റ് വന്നിരിക്കുന്നത് 4.2 റേറ്റ് വന്നിട്ടുണ്ട്. 6K റിവ്യൂസ് ഉണ്ട് ഈ വീഡിയോ ആപ്ലിക്കേഷന്. അപ്പോൾ ഇത് നല്ലൊരു വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു യൂട്യൂബർക്ക് വേണ്ട എല്ലാ രീതിയിലുള്ള സോഫ്റ്റ്വെയർസ്, അത്യാവശ്യം വേണ്ട ഒരു യൂട്യൂബറിൻ്റെ വീഡിയോയ്ക്ക് വേണ്ട എല്ലാ സംഭവങ്ങളും ഇതിലായിട്ടുണ്ട്. അഡ്ജസ്റ്റ് സ്പീഡ്, സ്ലോ ഡൗൺ ഓർ സ്പീഡ് അപ്പ്, വീഡിയോ, ഓഡിയോ ആൻഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ ഷെയർ വിത്ത് സോഷ്യൽ മീഡിയ, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ടിക്ടോക്ക് എന്നിവയിൽ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. എഡിറ്റ് അക്സസറീസ് ആൾ ഡിവൈസഡ് ഓട്ടോമാറ്റിക്കലി സ്കാനിങ് ഇൻ ദ ക്ലൗഡ് എന്ന് വെച്ചാൽ ഇത് സപ്പോർട്ടഡ് ആയിട്ടുള്ള വേർഷൻ എന്ന് വെച്ചാൽ നമ്മുടെ PC-യിലുണ്ട്. അതുപോലെ നമ്മുടെ ടാബ്, അതുപോലെ മൊബൈൽ, നമുക്കത് വേണമെങ്കിൽ സ്കാൻ ചെയ്ത് നമുക്ക് മറ്റുള്ള ഡിവൈസിൽ വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ പവർ അപ്പ് ആഡിയോ, മ്യൂസിക് ഔട്ട്, ഡ്രിങ്കിങ് ആൻഡ് വോയിസ് നമുക്ക് വോയിസ് ഓവർലോഡ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇപ്പം മ്യൂസിക് ചെയ്യാൻ പറ്റും, ഓട്ടോ ഡ്രിങ്കിങ് ചെയ്യാൻ പറ്റും, പവർ അപ്പ് ആഡിയോ ചെയ്യാൻ പറ്റും. നമ്മുടെ ആഡിയോ ഡബിൾ ഇരട്ടി സൗണ്ടിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അത് നല്ലൊരു ഓപ്ഷനാണ് ഇതിനകത്തുള്ളത്. പിന്നീട് ട്രൈ കളർ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. നമുക്ക് ഏതൊരു കളറും, നാച്ചുറൽ ആയിട്ടുള്ള ഏതൊരു കളറും ഇതിനകത്ത് നമുക്ക് സെലക്ട് ചെയ്ത് ആഡ് ചെയ്യാൻ പറ്റും. പിന്നീട് കസ്റ്റമൈസ്ഡ് ലെറ്റേഴ്സ്, നമുക്ക് ഏത് രീതിയിലുള്ള നല്ല രീതിയിലുള്ള ടെക്സ്റ്റ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് നല്ലൊരു അടിപൊളി ആപ്ലിക്കേഷനാണ്. നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു അത്യാവശ്യം. നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് വെച്ചാൽ നമ്മുടെ ടെക്സ്റ്റ്. പല യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. സബ്സ്ക്രൈബ്, അവർ ചാനലിൻ്റെ പേര് ഡൂഡ് ഇങ്ങനെ വന്നിട്ട് സബ്സ്ക്രൈബ് മൈ ചാനൽ അൺബോക്സിംഗ് ജോ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അൺബോക്സിംഗ് ഡൂഡ് സബ്സ്ക്രൈബ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചാനലിൻ്റെ പേര്, അല്ലെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ വന്ന് കാണിക്കും. അപ്പോൾ ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മുടെ ടെസ്റ്റ്, എൻ്റെ ഈ ഒരു വീഡിയോസ് എല്ലാം ഞാൻ എഡിറ്റ് ചെയ്യുന്ന ഈ ഒരു ആപ്ലിക്കേഷനിലാണ്. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ പേര് ഇവിടെ വന്നിട്ട് അൺബോക്സിംഗ് ജോ സബ്സ്ക്രൈബ് മൈ ചാനൽ എന്ന് പറഞ്ഞാൽ അവിടെ താഴെ എഴുതി കാണിക്കും. നമുക്ക് വേറൊരു സബ്സ്ക്രൈബ് ബട്ടൺ കൊണ്ടുവെക്കേണ്ട ആവശ്യം വരില്ല. പക്ഷെ മറ്റേതാണ് എളുപ്പം. സബ്സ്ക്രൈബ് ബട്ടൺ ഓൾറെഡി ഇവിടെ കൊണ്ടുവന്ന് വെച്ച് സെറ്റ് ചെയ്തെടുത്തിട്ട് വെക്കുന്നതായിരിക്കും ഇച്ചിരി കൂടെ നല്ലത്. ഇതെന്ന് പറഞ്ഞാൽ ഇതും കുഴപ്പമില്ല, നമുക്ക് ടെസ്റ്റ് അടിച്ചെടുക്കണം, അതേ ഒരു പാടേ ഉള്ളൂ, അത്രയും വലിയൊരു കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത്രയും ഇതിനകത്തുണ്ട്. പിന്നീട് ഇത് നമ്മുടെ ഫോണിൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത്യാവശ്യം ഫോൺ യൂസ് ചെയ്യുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ ഒരു ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്നതെങ്കിൽ മാക്സിമം 4GB അല്ലെങ്കിൽ 6GB മാക്സിമം വേണം. ഇല്ലെങ്കിൽ നമ്മുടെ ഫോണിനകത്ത് ഈ ആപ്ലിക്കേഷൻ സ്മൂത്തായി റൺ ചെയ്യില്ല. ഒരു വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണെങ്കിൽ പോലും അതും നമ്മുടെ റാമിൽ ഒരുപാട് റൺ ആവുന്നതാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുമ്പോൾ അത് റൺ ചെയ്യേണ്ടത്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേറൊരു വീഡിയോ ചെയ്യാനായിരുന്നു പറഞ്ഞത്. സൂംബിൻസിൻ്റെ ഒരു ഗെയിമിൻ്റെ ഗെയിം പ്ലേ ആണ് ഇടാന്ന് വെച്ചത്. അപ്പോൾ അത് ഓൾറെഡി പറ്റിയില്ല. അതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് എടുത്തപ്പോൾ അത് ഭയങ്കര അധികം ഇത് ലാഗായിട്ട് നിന്നുകൊണ്ടാണ് ഞാനതൊന്ന് അപ്ലോഡ് ചെയ്ത് കാണുന്നത്, അതൊന്ന് ആ വീഡിയോ എടുക്കാഞ്ഞത്. അപ്പോൾ ഇനിയും വരുന്ന ദിവസങ്ങളിൽ അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത രണ്ടാമത്തെ ആപ്ലിക്കേഷനിലോട്ട് പോകാം. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ ഫിലിമാര ഗോ എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. അപ്പോൾ ഈ ആപ്ലിക്കേഷനുള്ള ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ നമുക്ക് നോക്കിക്കളയാം. തീംസ് യൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഫിലിമാര ആപ്ലിക്കേഷനകത്ത് നമുക്ക് തീംസ് യൂസ് ചെയ്യാൻ പറ്റും. ഓൺ ക്ലിക്ക് അമേസിങ് തീംസ്, നമുക്ക് ഇഷ്ടമുള്ള തീംസ് ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് ഇഷ്ടപ്പെടുന്ന കുറേ വെറൈറ്റി മോഡൽസ് തീംസ് ഇതിനകത്ത് ഉണ്ട്. നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക്, ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഈ ആപ്ലിക്കേഷൻ ഞാൻ പരിചയപ്പെടുത്തുന്ന ആപ്ലിക്കേഷൻ്റെ എല്ലാം ലിങ്ക് ഞാൻ താഴ്ത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ പിന്നെ ഇൻസ്റ്റാഗ്രാം ഐഡിയുടെ ലിങ്ക് ഞാൻ താഴ്ത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ കയറി ഫോളോ ചെയ്യുക, അപ്പം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ഇതിലോട്ട്. അടുത്ത ഈ ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് യുവർ വീഡിയോസ് വിത്ത് എഫക്റ്റ്, നമുക്ക് വേറെ വെറൈറ്റി എഫക്റ്റ് കൊണ്ടുവരാൻ പറ്റും. എന്ന് വെച്ചാൽ നമുക്കിപ്പം നമ്മുടെ ഒരു വീഡിയോ എടുക്കുക, ഇതുവഴി നക്ഷത്രം ഇങ്ങനെ പോലെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം വീഴുന്ന പോലെ, നമുക്കൊരു സ്നോ വീഴുന്ന പോലെ, അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എഫക്ട്സ് ഈ ഒരു വീഡിയോയ്ക്കകത്തുണ്ട്.
പിന്നീടുള്ളത് ആൾ ഇൻ വൺ പ്രൊഫഷണൽ ടൂൾസ്. നമുക്ക് ആവശ്യമുള്ള പ്രൊഫഷണലായിട്ടുള്ള ടൂൾസ് ഇതിനകത്തുണ്ട്. എന്ന് വെച്ചാൽ ട്രിമിനു, മ്യൂസിക്, ട്രാൻസ്മിഷൻ, PIP, ക്രോപ്പ്, അഡ്ജസ്റ്റ്, റൊട്ടക്റ്റ്, ഈ ഇത്രയും മോഡ്സ് ഇതിനകത്ത് നമുക്കുണ്ട്, ടൂൾസ് ഉണ്ട്. ഇപ്പോൾ ഈ റൊട്ടക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോ ഇപ്പോൾ പോർട്രേറ്റ് രീതിയിലാണ് എടുക്കുന്നതെങ്കിൽ നമുക്കത് ലാൻഡ്സ്കോപ്പ് രീതിയിൽ വീഡിയോ ഒക്കെ എടുക്കാം. നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ചിലപ്പോൾ ലാൻഡ്സ്കോപ്പ് രീതിയിലായിരിക്കും, പക്ഷേ സേവ് ആയി വരുമ്പോൾ ചിലത് പോർട്രേറ്റ് മോഡിൽ പോകും. അത് നമുക്ക് ലാൻഡ്സ്കോപ്പ് രീതിയിലാക്കി എടുക്കാൻ പറ്റും. പിന്നെ വീഡിയോസ് നമുക്ക് വേണ്ടാത്ത ഭാഗങ്ങൾ, ഇപ്പോൾ ഈ ഒരു സൈഡ് വേണ്ടാത്ത അത്രയും കട്ട് ചെയ്തത്. പിന്നെ അഡീഷണൽ മ്യൂസിക് അടിയിൽ കൊടുക്കാം. അത് ഈ ആപ്ലിക്കേഷനകത്തുള്ള വലിയൊരു മേന്മയാണ്. നമുക്ക് അടുത്ത ഒരു മോഡെന്ന് പറയുന്നത് ആനിമേറ്റഡ് സബ്ജക്റ്റ്. നമുക്കൊരു ടെക്സ്റ്റ് ആനിമേറ്റഡ് കൊണ്ടുവന്ന് ചെയ്യാൻ പറ്റും. നമുക്കൊരു ടെക്സ്റ്റ് ആനിമേറ്റഡ് ചെയ്യാം. പിന്നെ സ്പീഡ് കൺട്രോൾ, നമുക്ക് താഴെ 1/4 അല്ലെങ്കിൽ 4 വരെ നമുക്ക് സ്പീഡ് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. പിന്നെ ഓഡിയോ ഇക്വലൻസർ, ഇത്രയാണ് ഇതിനകത്ത് ഉള്ളൊരു മോഡ്. പിന്നെ എഫക്റ്റ് സ്റ്റോറേജ്, നമുക്ക് ഇഷ്ടംപോലെ എഫക്റ്റ് വേണ്ട സ്റ്റോറേജ് ഉണ്ട്, അല്ല സ്റ്റോർ ഉണ്ട്. നമുക്ക് എഫക്റ്റ് ഏതൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ സ്റ്റോർസിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഷെയർ അനദർ മീഡിയ, നമ്മുടെ യൂട്യൂബ്, ട്വിറ്റർ, ഫേസ്ബുക്ക് അങ്ങനെയുള്ള ഇതിലോട്ടെല്ലാം നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അടുത്ത ആപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ പവർ ഡയറക്ടറി എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. ഇതും നല്ലൊരു വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനകത്തുള്ള ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ മൾട്ടി ലീനിയർ സപ്പോർട്ടർ എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. അതെന്തോന്ന് എനിക്ക് പിടിയിട്ടിട്ടില്ല. മൾട്ടി ലീനിയർ ആയിട്ടുള്ള ഒരു സംഭവം, ഞാൻ ഇത് യൂസ് ചെയ്തിട്ട് ഇതിനു മുമ്പ് ഇത് കണ്ടിട്ടില്ല. ഇപ്പോഴത്തെ ഇത് പുതിയ അപ്ഡേഷനിൽ വന്നൊരു ഫീച്ചറാണ്. പിന്നീട് ഫോട്ടോസ് വീഡിയോ എഡിറ്റർ, നമുക്ക് ഫോട്ടോ വെച്ചും എഡിറ്റ് ചെയ്യാം, വീഡിയോ വെച്ചും എഡിറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനൊരു ടൂളുണ്ട് ഇതിനകത്ത്. പിന്നെ ഗ്രീൻ സ്ക്രീൻ കൺട്രോൾ എന്ന് വെച്ചാൽ നമ്മുടെ ഗ്രീൻ സ്ക്രീൻ, നമുക്കിപ്പോൾ നമ്മളുടെ പുറയിൽ വേറൊരു വിഷ്വൽ ഓടുന്നത്, നമ്മൾ അതിൻ്റെ നടുക്ക് നിൽക്കുന്നതായിട്ട് വേണം. നമ്മൾ ഗ്രീൻ സ്ക്രീനിൽ നിന്നിട്ട് നമുക്ക് വേണം ആ ഒരു ഗ്രീൻ സ്ക്രീനിനെ പറ്റി കൊണ്ടുവന്ന് അവിടെ ക്രോപ്പ് ചെയ്തിട്ട് ഗ്രീൻ സ്ക്രീൻ വിസിബിൾ ആക്കി കഴിയുമ്പോൾ പുറയിൽ കാണുന്ന ആ പിക്ചർ നമ്മുടെ പുറകെ കൂടെ ഓടുന്നത്, ഡയറക്റ്റ് നമ്മുടെ ഈ ഒരു തൊട്ട് സൈഡിൽ കൂടെ ഓടുന്ന രീതിയിൽ ആക്കാൻ പറ്റും. ഗ്രീൻ സ്ക്രീൻ എഫക്റ്റ് അറിയാത്തവട്ടോ ആരും ഇല്ലല്ലോ, നമുക്ക് അറിയാലോ. പിന്നീടുള്ള ആഡ് വീഡിയോസ് എഫക്റ്റ്, നമുക്ക് വീഡിയോസ് എഫക്റ്റ് ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ ടെക്സ്റ്റ് മാർക്ക്, നമുക്ക് ഇഷ്ടമുള്ള ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ പറ്റും. നമുക്ക് അടുത്ത ആപ്ലിക്കേഷൻ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് വലിയ ഫീച്ചേഴ്സ് ഇല്ല. പിന്നെ നമുക്ക് അടുത്തൊരു ആപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ ലാസ്റ്റ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ കൈൻ മാസ്റ്റർ. ഇതാണ് ലാസ്റ്റ് ആപ്ലിക്കേഷൻ. കൈൻ മാസ്റ്ററിൻ്റെ ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. ക്രിയേറ്റ്, എഡിറ്റ്, ഷെയർ, നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, എഡിറ്റ് ചെയ്യാം, ഷെയർ ചെയ്യാം. അതാണ് ഫസ്റ്റ് അവർ കൊടുത്തിരിക്കുന്നത്. മൾട്ടിപ്ലെയർ സപ്പോർട്ട്, നമുക്ക് വീഡിയോസ് മൾട്ടിപ്ലെയറിൽ സപ്പോർട്ട് ചെയ്ത് എഡിറ്റ് ചെയ്യാം. കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യുന്ന ടൂൾസും താഴെ നിന്ന് മേലോട്ട് ഫുൾ സ്ക്രീനിലോട്ട് കൊണ്ടുവന്നിട്ട് വീഡിയോ സൈഡിലായിട്ട് ഈ ഒരു സൈഡിൽ, സ്ക്രീനിൻ്റെ ഈ സൈഡിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് നമുക്ക് വീഡിയോസ് അവിടെ ജസ്റ്റ് അതിനായിട്ട് വേണ്ട കാര്യങ്ങൾ ചേഞ്ച് ചെയ്ത് അപ്പോൾ ഈ വീഡിയോയിലത്തെ വ്യത്യാസങ്ങൾ അറിയാൻ പറ്റും. അങ്ങനെയാണ് ഇതിനകത്ത് മൾട്ടിപ്ലെയർ സപ്പോർട്ട് എന്ന് പറയുന്ന സംഭവം. പിന്നെ ക്രോമിക് കീ എന്ന് പറഞ്ഞാൽ ഗ്രീൻ സ്ക്രീൻ എഫക്റ്റ്, നമുക്ക് ഗ്രീൻ സ്ക്രീൻ എഫക്റ്റ് ഇതിനകത്തുകൊണ്ട് നമുക്കൊരു ഗ്രീൻ സ്ക്രീൻ എഫക്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിനകത്ത് രണ്ടാമത്തത്. പിന്നെ 10,000+ അസിസ്റ്റൻസ് എന്ന് വെച്ചാൽ കുറേ അധികം മോഡ്സ് ആയിരിക്കും, എഫക്റ്റും കാര്യങ്ങളും ഒക്കെയാണ് അവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ എഫക്റ്റും കാര്യങ്ങളും നമുക്ക് ഇതിൻ്റെ സ്റ്റോറിൽ നിന്ന് ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്ത് എഫക്റ്റ് ഒക്കെ എടുക്കാൻ പറ്റും. അതാണ് ഇതിനകത്ത്. പിന്നെ പ്രോ ആഡിയോ ടൂൾസ് ഉണ്ട്. നമുക്കിപ്പോൾ ഒരു ആഡിയോ ലെവൽ ടൂൾസ് നമുക്ക് ആഡിയോ ചെയ്തെടുക്കാം. പക്ഷേ ഇതിനകത്ത് ഞാനൊരു കാണാത്തൊരു മോഡൽ എന്ന് വെച്ചാൽ നമ്മുടെ ആഡിയോ നോയ്സ് ക്യാൻസലേഷൻ ആണ്. നോയ്സ് മാറ്റാൻ പറ്റിയില്ലെങ്കിൽ വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ കൊണ്ട് ഒരു പ്രയോജനമില്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ഈ 4 ആപ്ലിക്കേഷനിലെല്ലാം ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്, ഇപ്പോൾ ഒരു യൂട്യൂബർ ആണെങ്കിൽ അവർക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് വീഡിയോ എഡിറ്റിംഗ് ആണ്. അഡോബിൻ്റെ പ്രൈമറി റഷ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനാണ്. ഇപ്പോൾ എന്ന് വെച്ചാൽ പുതിയതായിട്ട് ആരെങ്കിലും യൂട്യൂബിൽ കയറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു ആപ്ലിക്കേഷനാണ് അഡോബ് പ്രൈമറി റഷ് എന്ന് പറഞ്ഞ വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ. അതിനകത്ത് നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട്, അത്യാവശ്യം വേണ്ട അത്ര കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷനൊക്കെ യൂസ് ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷൻ്റെ എഡിറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് കാണേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ മതി. അതിൻ്റെ വീഡിയോ ആയിരിക്കും നാളെ അപ്ലോഡ് ചെയ്യുന്നത്. ഇപ്പോൾ അഡോബിൻ്റെ എഡിറ്റ് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ അത് കമൻറ്റ് ചെയ്യുമെങ്കിൽ നാളെ ആ വീഡിയോ ഞാൻ ഇടാവുന്നതാണ്. അപ്പോൾ മാക്സിമം അഡോബിൻ്റെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നവർ ഒരു കാര്യം ദയവത്തെ ഒത്ത് ശ്രദ്ധിക്കണം. 4GB 6GB റാം വേരിയൻ്റ് ഉള്ളവർ മാത്രം ആപ്ലിക്കേഷൻ എടുത്ത് യൂസ് ചെയ്യുക. അല്ലാത്ത പക്ഷം യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ഫോണിനും സേഫ്റ്റി, നമുക്കും സേഫ്റ്റി. അല്ലെങ്കിൽ മെമ്മറി ഒരുപാട് റൺ ആകുമ്പോൾ നമുക്ക് ലാഗ്, ഹാങ് അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളുണ്ടാവും. അപ്പം എനിവേ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത ടെക്നോളജി വീഡിയോ കാണുന്നവരെ ബൈ. അതിനുമുമ്പ് ഒരു കാര്യം, ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തു തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എന്നെ ചെയ്യുവാണെങ്കിൽ ഞാൻ ഈ അപ്ലോഡ് ചെയ്യുന്ന ന്യൂ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.